നമസ്കാരം. കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്, അതായത് ചൂട് കൂടി കഴിഞ്ഞപ്പോ കടലിലെ ഇത് നീരാവിയായിട്ട് പോയി മേഘങ്ങളിൽ നിൽക്കുകയാണ്. അത് ഏത് സമയത്തും വന്ന് അതിതീവ്ര മഴയായി പെയ്യുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. പക്ഷെ ഞാൻ ഇത് വേറെ എവിടെ കേട്ടിട്ടുണ്ട്, എന്നാലും അതല്ലല്ലോ. മഴയുണ്ടാകുന്നത് എങ്ങനെ? മഴ കടലിലെ വെള്ളം സൂര്യതാപേറ്റ് നീരാവിയായി ഇരു ചെവി അറിയാതെ ഒരു മനുഷ്യനറിയാതെ മേളിൽ ചെല്ലും. മണ്ട ചെന്ന് എന്തോ സെറ്റപ്പ് ഉണ്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് താഴോട്ടൊരു കീച്ചു മഴ. സീൻ 1. വെളിച്ചവും ഇല്ല, യാതൊന്നുമില്ല. എന്തോയിനായി ഗവൺമെന്റ്? ആരാണ് നിങ്ങൾ? ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കേറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു വിജയൻ. വേറെന്താ? സീൻ 2. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? പാപ്പിക്കായനും അപ്പനില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നു. എന്റെ പൊന്നു പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നു. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിച്ചായൻ. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിച്ചായൻ. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ പറയണം. അത്രേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. പിന്നെ സീൻ 3. ഇതെല്ലാം ഞങ്ങളുടെ അയൽവക്കക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ. നമുക്കൊന്ന് എന്റെ മോക്കും പഞ്ചായത്ത് ജോലിയുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊന്ന് സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവളെന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞേ വേണ്ട പറയണ്ട എന്ന് പറഞ്ഞേ. അരി അവളെന്നെ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അക്ഷരം മിണ്ടരുതെന്ന്. ഞാൻ പറയുന്നവർക്ക് അറിയാം. കണ്ണിൽ ഉണ്ണിയാണ്. തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. ലൈവ് പരിപാടിയാണ്. വെള്ളം കയറിയപ്പോ അമ്മച്ചി ഇവിടായിരുന്നോ? പിന്നെ 14 ദിവസം എന്തായിരുന്നു മോനെ, ഓണം പോലെയായിരുന്നു. എന്തായിരുന്നു ഐശ്വര്യം. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിന് ആ സാധനം ഇവിടെ കിടന്നത് ഓരോ മനുഷ്യർക്ക് വാരിക്കൊടുക്കാം. ഒന്നും എത്തിയില്ലല്ലോ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ഇഷ്ടം പോലെ പെണ്ണുങ്ങളെല്ലാം കൂടെ ഇവിടെ ഇട്ടായിരുന്നു. അല്ല, സ്പോൺസർ ചെയ്ത് ഓരോരുത്തർ കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ വെള്ളപ്പൊക്ക സമയത്ത് ഇതുപോലുള്ള ചീപ്പ് പൊളിറ്റിക്സ് ഒക്കെ വിട്ടിട്ട് ഈ ബാധിക്കപ്പെട്ടവർക്ക് അവരെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കഷ്ടം. Oh my God.